കുവൈത്തിൽ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണ ശ്രമം. 7 പ്രധാന വൈദ്യുതി വിതരണ ലൈനുകൾ തകരാറിലായി. രാജ്യത്ത് വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്നു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, എന്താണ് ഉണ്ടായത്? എവിടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഈ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്? പ്രതിരോധിക്കാനാകുന്നുണ്ടോ? അക്ഷയ, കുവൈറ്റിലും സൗദി അറേബ്യയിലുമാണ് ഇന്ന് പുലർച്ചെ ഇന്നലെ രാത്രി ഏതാണ്ട് 1 മണിക്ക് ശേഷം ശക്തമായിട്ടുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായത്. ഇതിൽ കുവൈറ്റിലെ വാർത്തയാണ് ഇപ്പോൾ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതും. 7 വൈദ്യുതി ലൈനുകൾ, അത് ഹൈ വോൾട്ടേജ് ലൈനുകളാണ്. സാധാരണ ആളുകളുടെ വീടുകളിലേക്കും മറ്റും വിതരണം ചെയ്യുന്നതല്ല, മറിച്ച് പവർ കൊണ്ടുപോകുന്ന ലൈനുകളാണ്. ആ 7 ലൈനുകൾക്ക് നേരെയാണ് ഇറാനിൽ നിന്നും ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ തങ്ങളുടെ പവർ സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള അയൽ രാജ്യങ്ങളിലെ കുടിവെള്ള പദ്ധതികൾക്കും അതേപോലെ തന്നെ വൈദ്യുതി ലൈനുകളിലേക്കുമൊക്കെ ആയിരിക്കും ആക്രമണം നടത്തുക എന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ മിസൈൽ ആക്രമണ ശ്രമങ്ങളും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുമാണ് കുവൈറ്റിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം തന്നെ പരാജയപ്പെടുത്തിയെന്ന് കുവൈറ്റ് സേനയും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും അറിയിക്കുന്നുണ്ട്. മറ്റൊരാക്രമണം നടന്നത് ഏറ്റവും പ്രധാനമായും സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് ദമാം മേഖലകളിലേക്കാണ് കൂടുതൽ ആക്രമണം നടന്നിട്ടുള്ളത്. ഏതാണ്ട് 36ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഈ മേഖലയിൽ ഉണ്ടായത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ദമാമും അതോടൊപ്പം തന്നെ ബഹ്റൈനും അതിർത്തി പങ്കിടുന്നതാണ്. ദമാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഒരു 30 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചതുകൊണ്ട് തന്നെ പ്രവാസികൾ, മലയാളികൾ അടക്കമുള്ള ആളുകൾ ദമാമിൽ വന്നിട്ടാണ് ഈ ബഹ്റൈനിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ഭാഗമായി അവിടെ വ്യോമ ഗതാഗതത്തെ അടക്കം കാര്യമായത് ബാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില വിമാനങ്ങൾ റിയാദിലേക്ക് തിരിച്ചുവിട്ടതായും ഒക്കെ റിപ്പോർട്ടുണ്ട്. ഏതായാലും ഈ 2 രാജ്യങ്ങൾക്ക് നേരെയുമാണ് ഏറ്റവും വലിയ ആക്രമണ ശ്രമങ്ങൾ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായിട്ടുണ്ടായത്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. പുലർച്ചയ്ക്ക് ശേഷമാണ് ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്നത്.